ഹലോ ഗൈസ്, നമുക്കിന്നൊരു സ്വാദിഷ്ടമായിട്ടുള്ള എഗ് റോസ്റ്റ് തയ്യാറാക്കിയാലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസ് മാത്രമാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അത് അത്യാവശ്യം ഇത് ടേസ്റ്റ് ഉണ്ടാകും. എന്നാൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് സിമ്പിളായിട്ടുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എഗ് റോസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 3 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും. ഇനി നടുക്കിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളത് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോഴേക്കും നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു നുള്ള് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഒരു ചെറിയ നുള്ളിട്ടിട്ടുള്ളൂ. അത് അവിടെ ഇരുന്ന് വെച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കൂടുതൽ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അത്രയേ ഉള്ളൂ താമസം. പിന്നെ ഈ കളറ് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി കാശ്മീരി ചില്ലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒട്ടും കളർ ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ തിളക്കുന്നവരായിട്ടൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. കാരണം വെള്ളം ഒഴിച്ചപ്പോഴേക്കും ഉപ്പ് കുറച്ച് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കാം. അപ്പോൾ 4 സൈഡിലായിട്ടാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എഗ്ഗൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല മുകളിലേക്ക് വിതറി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. ഞാനിതിലേക്ക് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ വാടി വന്നപ്പോഴേക്കും 1 സവാള ഇട്ട് ആ ഒരു പരുവത്തിലേക്ക് മാറി. കാരണം അത്രക്ക് നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി സവാള കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് എഗ്ഗ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു യോക്കൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ 4 നല്ലപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈസി എഗ്ഗ് റോസ്റ്റ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾക്ക് എന്നെ കമൻറ്റിലൂടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചൊക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുക്കിംഗ് ഞാൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്തായാലും ഇടാം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ടെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.